വാർദ്ധക്യങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കണം. കുറഞ്ഞ സമയം മാത്രമേ അവർക്കുള്ളൂ. ആ സമയത്ത് അവരെ ബലപ്പെടുത്തണം. അവരുടെ പോക്കറ്റിനകത്തൊക്കെ നല്ല പൈസ വെച്ച് കൊടുക്കണം. അവരുടെ പോക്കറ്റിനകത്ത് എപ്പോഴും നമ്മുടെ സമ്പാദ്യത്തിൻ്റെ വിയർപ്പിൻ്റെ ദശാംശം നമ്മുടെ വീട്ടിനകത്ത് ഉപ്പയുടെ പോക്കറ്റിൽ വരണം. ഒരു കാലഘട്ടത്തിൽ വീടിനകത്ത് നിറഞ്ഞു നിന്ന് ജരാനര ഇന്ന് ബാധിച്ചപ്പം ഒരുപക്ഷെ അച്ഛൻ ഉപ്പ ഏകാന്തപതികനായി പൂമുഖവാതിക്കൽ ഒറ്റയ്ക്കിരിക്കുന്നവനായി മാറി. ഉപ്പയ്ക്ക് കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. ഉപ്പയ്ക്ക് മാക്സിമം പോയ വീടിൻ്റെ മുമ്പിലുള്ള ആ കവലയിൽ അമിതാക്കാൻ്റെ ചായപ്പീടി വരെ ഉപ്പയ്ക്ക് നടത്തുമുള്ളൂ. അവിടെ പോയി വർത്താനം പറഞ്ഞ് ചായ കുടിച്ചു, മധുരമില്ലാത്ത ചായ കുടിച്ച് ഉപ്പ തിരിച്ചു വരും. വേണം ഉപ്പ ഇവിടുന്ന് പള്ളിയിലൊന്ന് പോകും. ഇത്രയേ ഉള്ളൂ ഉപ്പയുടെ ബന്ധം. അങ്ങനെ ഉപ്പയെ അങ്ങനെ ഒറ്റയ്ക്ക് തളച്ചിടരുത്. സൗഹൃദങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും യാത്രകളിലേക്കും ഉപ്പയെ കൂടെ കൂട്ടണം. ഉപ്പയുടെ പോക്കൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരാൾ വന്നിട്ട് സഹായം ചോദിച്ചാൽ ഉപ്പ വീട്ടിനകത്തേക്ക് മുഖം തിരിച്ചിട്ട് എടിയേ എന്ന് വിളിക്കാൻ ഇടവരുത്തരുത്. നമ്മൾ ഉപ്പയുടെ